സംസാരിക്കുന്നത് നേതൃത്വത്തെക്കുറിച്ചാണ്. ലീഡർഷിപ്പ്. ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കരുത് വലിയ വലിയ നേതൃത്വത്തെക്കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത് എന്ന്. വലിയ നേതൃത്വം എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് വലിയ രാഷ്ട്രീയ നേതൃത്വം, സാമുദായിക നേതൃത്വം, ആധ്യാത്മിക നേതൃത്വം, ആ ലെവലിലല്ല. സാധാരണ ജനങ്ങളുടെ ഇടയിൽ നിലനിൽക്കുന്ന ഒരു നേതൃത്വത്തെക്കുറിച്ച് സംസാരിക്കാനാണ്. ഒരു സ്കൂളിലാണെങ്കിൽ ഒരു സ്കൂൾ ലീഡർ ഉണ്ടാവും. ഓരോ ക്ലാസ്സിലും ഒരു ക്ലാസ് ലീഡർ ഉണ്ടാവും. ഒരു ഫുട്ബോൾ ടീമുണ്ടെങ്കിൽ അതിന് ക്യാപ്റ്റൻ എന്ന് പറയും. അയാളാണ് ലീഡർ. കളിക്കാനുള്ള എല്ലാ ടീമുകളും, ഇപ്പോൾ ഷട്ടിൽ കളിക്കുന്ന 2 ആളാണ് ഒരു ടീമിലുണ്ടാവുള്ളൂ, അല്ലെങ്കിൽ ഒരു എക്സ്ട്രാ അടക്കം 2 ആൾ ടീമിലുള്ളൂ, 2 ആളേ ഉണ്ടാവുള്ളൂ. അതിലൊരാൾ ലീഡറായിരിക്കും. അതുപോലെ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണെങ്കിൽ അവിടെയും ഒരു ലീഡർ ഉണ്ടാവും. സ്കൂളിലെ ലീഡറാണ് പ്രിൻസിപ്പാള്. വീട്ടിലും ഒരു ലീഡർ ഉണ്ടാവും, അപ്പൻ അല്ലെങ്കിൽ അമ്മ. അങ്ങനെ ചെറിയ ചെറിയ ഗ്രൂപ്പുകളിൽ ലീഡർഷിപ്പ് നമുക്ക് കാണാനായിട്ട് കഴിയും. അത് താരതമ്യേന എളുപ്പമുള്ള ഒരു കാര്യമായിരിക്കും. വലിയ നേതാക്കന്മാർക്ക് വേണ്ട ഗുണഗണങ്ങളൊന്നും ഉണ്ടാവണ്ടെന്ന് നമ്മൾ വിചാരിക്കും. അതല്ല, അവർക്കുള്ള ഗുണഗണങ്ങളൊക്കെ തന്നെ ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ ലീഡർക്കും വേണ്ടതാണ്. ഞാൻ മറിച്ച് പറയാനാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത്. ഈ ചെറിയ ഗ്രൂപ്പിൻ്റെ ലീഡർമാർക്ക് ഉണ്ടായിരിക്കുന്ന ഗുണം അത് വലിയ നേതാക്കന്മാർക്കും ഉണ്ടാകേണ്ടതാണ്. ഇതിൽ ഒന്നാമത്തെ ഘടകമായിട്ട് ഞാൻ കാണുന്നത് ഓരോ ലീഡറും ദൈവോന്മുഖനായിരിക്കണം എന്നുള്ളതാണ്. കാരണം നമ്മൾക്ക് എന്ത് ചെയ്യണം, എങ്ങനെ ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നൊക്കെ മനസ്സിലാക്കി തരുന്നത് തമ്പുരാൻ്റെ പ്രവൃത്തിയാണ്. അത് പരിശുദ്ധാത്മാവിൻ്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവാണ് എല്ലാം നമ്മളെ ഓർമ്മിപ്പിച്ച് തരുന്നതും എല്ലാം. അപ്പോൾ ഓരോ ലീഡറും, അത് അപ്പനാവാം, ഒരു ക്ലാസ് ലീഡറാവാം, സ്കൂളിലെ അധ്യാപകർക്കൊരു ലീഡറുണ്ട്, അധ്യാപകനാവാം, ആര് വേണമെങ്കിലും ആകട്ടെ. ചെറിയൊരു ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ആ വ്യക്തി ദൈവോന്മുഖനായിരിക്കണം. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനത്തിന് കീഴിൽ ഉള്ള ഒരാളായിരിക്കണം. ഇപ്പോൾ ഔസേപ്പിതാവ് ഒരു ഗൃഹനായകൻ മാത്രമായിരുന്നു, ഒരു ആശാരി ആയിരുന്നു. ആശാരികളിൽ അദ്ദേഹം വലിയ ഒരു നേതാവായിരുന്നിരിക്കണം. എന്നുവെച്ചാൽ ജാഥയായിട്ട് പോകുന്നെന്നോ റോട്ടിലിരുന്ന് സമരം ചെയ്യുന്നെന്നോ ഒന്നും അല്ല ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തിൻ്റെ ജോലിയിൽ മിടുക്കനായിരുന്നിരിക്കണം. അതുകൊണ്ടാണ് ബൈബിളിൽ ഒരു വാചകം, അദ്ദേഹത്തെ സൂചിപ്പിക്കുന്ന ഒരു വാചകമുണ്ട്. യേശുവിനെക്കുറിച്ചുള്ള ഒരു സംശയം, അവൻ ആ തച്ചൻ്റെ മകനല്ലേ എന്ന് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. ആ തച്ചൻ എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കത്തക്ക വിധത്തിൽ അത്രയും മിടുക്കനായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ആ ജോലിയിലുള്ള അറിവിനെയാണ്, അതിനുള്ള എക്സ്പെർട്ടൈസിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ ദൈവോന്മുഖനായിരിക്കണം എന്നുള്ളത് പറഞ്ഞു വന്നപ്പോഴാണ് ഞാൻ അദ്ദേഹത്തിൻ്റെ എക്സ്പെർട്ടൈസ്, ഏത് നേതാവായാലും അദ്ദേഹം ചെയ്യുന്ന ജോലിയിൽ, അദ്ദേഹത്തിൻ്റെ മേലെ അർപ്പിക്കപ്പെട്ടിരിക്കുന്ന ആ ചുമതലകളിൽ അദ്ദേഹം എക്സ്പെർട്ടൈസ് ഉള്ള ഒരാളായിരിക്കണം. ഔസേപ്പിതാവിന് ആ ഗുണമുണ്ടായിരുന്നു. ഔസേപ്പിതാവ് ദൈവോന്മുഖനുമായിരുന്നു. അതുകൊണ്ടാണ് ഓരോരോ ആവശ്യങ്ങൾ വന്നപ്പോൾ കൃത്യമായി നിർദ്ദേശങ്ങൾ കിട്ടി. ഒരു പ്രശ്നം വന്നപ്പോൾ
തൻ്റെ ഭാര്യയെ സ്വീകരിക്കാൻ മടിക്കണ്ട എന്നുള്ള നിർദ്ദേശം ദൈവത്തിൽ നിന്ന് കിട്ടി. പിന്നെ ഭാര്യയെയും കൊണ്ട് സെൻസസ് എടുക്കാനായിട്ടുള്ള സ്ഥലത്തേക്ക് പോകാനായിട്ട് നിർദ്ദേശം കിട്ടി. അതുപോലെ ഓരോ അവസരത്തിലും വേണ്ട നിർദ്ദേശങ്ങൾ കിട്ടിക്കൊണ്ടിരുന്നു. ഇത് ഒരു വീട്ടപ്പനായാലും വീട്ടമ്മയായാലും ഒരു ഫുട്ബോൾ ടീമിൻ്റെ ക്യാപ്റ്റനായാലും ക്ലാസ് ലീഡറായാലും ഒരു സ്കൂൾ ലീഡറായാലും ഒക്കെ വേണ്ട ഒരു ഗുണവിശേഷമാണ്. എന്ത് എപ്പോൾ എങ്ങനെ ചെയ്യണം എന്നുള്ള ആ ഒരു അറിവ് അത് ദൈവത്തിൽ നിന്നാണ് കിട്ടുക. അപ്പം അതിനാണ് ദൈവോന്മുഖനായിരിക്കണം എന്ന് പറയുന്നത്. വെളിച്ചം കിട്ടണമെങ്കിൽ നമ്മൾ എവിടേക്ക് നോക്കണം? വെളിച്ചത്തിൻ്റെ സോഴ്സിലേക്ക് നോക്കണം. വെള്ളം കിട്ടണമെങ്കിലോ വെള്ളത്തിൻ്റെ സോഴ്സിലേക്ക് പോകണം. ഈ അറിവ് കിട്ടണമെങ്കിലോ അറിവിൻ്റെ സോഴ്സിലേക്ക് പോകണം. ഏത് വിഷയത്തെക്കുറിച്ചും അറിവിൻ്റെ സോഴ്സാണ് ദൈവം. അപ്പം ദൈവോന്മുഖനാകുമ്പോൾ നമുക്ക് ഓരോ നിമിഷത്തിലും ആവശ്യമുള്ള അറിവ് ലഭിക്കും. ഈ ദൈവ ആശ്രയ ബോധം, ദൈവോന്മുഖനായിരിക്കുക, ദൈവാശ്രയ ബോധം ഉള്ളവനായിരിക്കുക, ഇത് ഒരു അടിസ്ഥാന ഗുണമാണ് ഒരു നേതാവിന്. ഞാൻ വലിയ നേതാക്കന്മാരെ കുറിച്ചല്ല ഇത് പറയുന്നതെന്ന് ഞാൻ പറഞ്ഞു. ചെറിയ ചെറിയ നേതൃത്വ സ്ഥാനത്തിരിക്കുന്ന ആ വ്യക്തികൾ. രണ്ടാമത് അവരിൽ കാണേണ്ട ഒരു ഗുണം, അവർ മുന്നിൽ നിന്ന് നയിക്കുന്നവരായിരിക്കണം. ഒരപ്പൻ എപ്പോഴും ഒരു പ്രതിസന്ധി തന്നെ വേണമെന്നില്ല, നിങ്ങൾ കാര്യം ചെയ്യുമ്പോൾ ആദ്യം മുന്നിൽ നിൽക്കണം. എല്ലാ കാര്യങ്ങളിലും. അത് മക്കളെ പിന്നിൽ എന്ന് പറഞ്ഞാൽ അവർ അപ്പനെ കണ്ട് പഠിക്കുക. ഒരു പ്രതിസന്ധിയാണെങ്കിലോ മക്കളെ പറഞ്ഞയച്ച് അത് നേരിടിക്കല്ല, അത് അവർ തന്നെ കൈകാര്യം ചെയ്യണം. ഒരു സ്കൂളിൽ ഒരു പ്രശ്നം വന്നു, അത് കുട്ടികളെ പറഞ്ഞയച്ച് നേരിടല്ല, ഹെഡ് മാസ്റ്റർ തന്നെ ചെന്നു അല്ലെങ്കിൽ മാഷ് തന്നെ ചെന്നു അത് വേണ്ടതുപോലെ കൈകാര്യം ചെയ്യാനായിട്ട്. മറ്റുള്ളവർ അതിൻ്റെ പിന്നിൽ നിന്നാൽ മതി. ഒരു ഹെഡ് മാസ്റ്റർ എങ്ങനെയാണ് ഒരു മാറ്റർ കൈകാര്യം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കി മറ്റുള്ളവർ ആ അനുഭവ സമ്പത്ത് സ്വന്തമാക്കും. അങ്ങനെയാണ് വേണ്ടത്. എല്ലാ കാര്യങ്ങളിലും മറ്റുള്ളവർക്ക് ഒരു അറിവ്, നേതൃസ്ഥാനത്തിൻ്റെ ചുമതലകളെക്കുറിച്ച് അറിവ് കൊടുക്കാനായിട്ട് നമ്മൾ മുന്നിൽ നിൽക്കണം. യേശു അങ്ങനെയാണ് ചെയ്തിരുന്നത്. നിങ്ങൾ യേശുവിൻ്റെ പടം കണ്ടിട്ടുണ്ടാവും. ആട്ടിൻകുട്ടികളെ ലീഡ് ചെയ്യുന്ന ഒരു ലീഡ് ചെയ്യണം. മറ്റത് പിന്നിൽ നിന്ന് ആട്ടുക എന്നാണ് നമ്മൾ പറയുക. അത് മുന്നിൽ നിന്ന് നയിക്കുകയാണ്, ലീഡ് ചെയ്യുകയാണ്. ആ ഗെത്സമേനിൽ പ്രാർത്ഥിച്ചു കഴിഞ്ഞിട്ട് യേശു ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ അന്വേഷിക്കുന്നവർ അടുത്തെത്തിയിരിക്കുന്നു, വരൂ നമുക്ക് പോകാം എന്ന് പറഞ്ഞ് യേശു മുന്നിൽ നടക്കുന്നത് ഞാൻ എൻ്റെ മനസ്സിൽ ഇങ്ങനെ കാണുകയാണ്. ഒരു അപകടസന്ധി ഉള്ള സമയത്ത് നിങ്ങളൊക്കെ മുന്നിൽ ചെല്ലും, ഞാൻ പിന്നെ വരാം എന്നല്ല പറഞ്ഞ്, നമുക്ക് പോകാമെന്ന് പറഞ്ഞ് മുന്നിൽ നിന്ന് നയിച്ച ഒരു വ്യക്തി. എനിക്ക് ആ ചിത്രം ഏറെ എന്നെ ആകർഷിച്ചൊരു ചിത്രമാണ്. ആ ചിത്രം ഞാനെങ്കിലും കണ്ടിട്ടില്ല, പക്ഷേ ബൈബിളിൽ ഒരു ചിത്രമുണ്ടല്ലോ, ഒരു വാക്കുകൾ കൊണ്ടൊരു ചിത്രമുണ്ട് അതിനകത്ത്. ആ ചിത്രം എൻ്റെ മനസ്സിൽ എപ്പോഴും ഉണ്ട്. ഒരു ധൈര്യശാലിയായിട്ടുള്ള ഒരു യേശുവിനെയാണ് ഞാൻ അവിടെ. അപ്പോൾ മുന്നിൽ നിന്ന് നയിക്കുന്നത്, കാരണം മുന്നിലാണ് അപകടങ്ങൾ എപ്പോഴും കൂടുതലുള്ളത്. അതുകൊണ്ട് സാധാരണ നേതാക്കന്മാരൊക്കെ പിന്നിലേ നിൽക്കുള്ളൂ. അങ്ങനെ ഒരു ചൊല്ലുണ്ട്, പടയ്ക്ക് പിന്നിൽ എന്നൊരു ചൊല്ലുണ്ട്. അത് മുഴുവൻ ഇങ്ങനെയാണ്, ഇലയ്ക്ക് മുന്നിലും പടയ്ക്ക് പിന്നിലും. ചില ആൾക്കാർ അങ്ങനെയാണ്, ഇലയ്ക്ക് മുന്നിൽ.
ഭക്ഷണം കഴിക്കേണ്ടിടത്ത് മുന്നിലുണ്ടാവും. എന്തെങ്കിലും പ്രശ്നങ്ങൾ നേരിടേണ്ടിടത്താണെങ്കിൽ അവർ പിന്നിലാണ് നിൽക്കുക. അങ്ങനെയല്ല, നമ്മളെപ്പോഴും മുന്നിൽ നിൽക്കണം. ഞാൻ എൻ്റെ കൊച്ചുകുട്ടിയെ ഇരിക്കുന്ന കാലത്ത് ഒരു ഓർമ്മ എൻ്റെ മനസ്സിലേക്ക് വരികയാണ്. ഞങ്ങൾക്ക് തൊട്ട് അടുത്തായിട്ടൊരു പുറംപറമ്പുണ്ട്. ആ പുറംപറമ്പിൽ രാത്രി കാലങ്ങളിൽ അടയ്ക്ക കളവ് പോകുന്ന പണിയുണ്ട്. അന്നൊക്കെ അടയ്ക്കയും നാളികേരവും ചക്കവരയൊക്കെ കളവ് പോകുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അത് ആരും നോക്കണില്ല. ചക്ക കളവ് പോയി എന്ന് എവിടെയും കേട്ടിട്ടുണ്ടാവോ? നാളികേരം കളവ് പോയി അവിടെ കിടന്നാലും ആരും നോക്കണില്ല. പണ്ട് അങ്ങനെയല്ലായിരുന്നു. അതായിരുന്നു പ്രധാന വരുമാന സ്രോതസ്സ്. അപ്പം അത് കട്ടുപോവുകയാണ് രാത്രിയിൽ. ഒരു ദിവസം രാത്രിയിൽ കള്ളനെ പിടിക്കാനായിട്ട് അപ്പനും ഞങ്ങൾ മുതിർന്ന 2 മക്കളാണ് ഉള്ളത്. ഞങ്ങൾ 10ലും 8ലും ഒക്കെ പഠിക്കുന്ന, അതാണ് മുതിർന്ന മക്കളെന്ന് പറഞ്ഞാൽ. 3ാമത്തെ ആൾ കൊച്ചുകുട്ടിയാണ്. അപ്പോൾ 3 പേര് കൂടി കള്ളനെ പിടിക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ ആ പറമ്പിൻ്റെ അടുത്ത് ചെന്നപ്പോൾ അപ്പൻ മുണ്ടൊക്കെ ഇങ്ങനെ താറുടുക്കുക എന്ന് പറയും, എന്തെങ്കിലും ഒരു കച്ച കെട്ടുക എന്ന് പറയുന്നത് പോലെയാണ്. അഴിഞ്ഞു പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ്. വെച്ചിട്ട് ഒരു വടിയുമായിട്ട് മുന്നിൽ നടന്നു. ഞങ്ങളൊക്കെ പിന്നിലാണ് നടക്കുന്നത്. അപ്പോൾ എനിക്കത് ഒരു ഹീറോ പോലെ എനിക്ക് അന്ന് തോന്നിയത്. മുന്നിൽ നിന്ന് നയിക്കുക. ഒരു അപകടസന്ധിയാണ് പലപ്പോഴും. അങ്ങനെയല്ല, നീ പോയി നോക്കിയിട്ട് വാടാ, അങ്ങനെയല്ല. മുന്നിൽ നിന്ന് ഏത് ചെറിയ നേതാവായാലും എപ്പോഴും പ്രതിസന്ധികൾ അഭിമുഖീകരിക്കേണ്ടി വരുമ്പോൾ മറ്റുള്ളവരെ മുന്നിൽ നിർത്താതെ നമ്മൾ മുന്നിൽ നിൽക്കുന്ന ആ ഒരു ഗുണവിശേഷം ഉണ്ടാകേണ്ടതാണ്. മുന്നിൽ നിന്ന് നയിക്കുന്നവരായിരിക്കണം. 3ാമത്തെ ഒരു ഗുണം, അവർക്കുണ്ടായിരിക്കേണ്ട 3ാമത്തെ ഗുണം, വാക്ക് പാലിക്കുന്നവരായിരിക്കണം. എന്ത് പറയുന്നുവോ അത് പാലിക്കുന്നവരായിരിക്കണം. പലരും അങ്ങനെയല്ല. ഒരു പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ഒരു വാക്ക് പറയും. അത് കഴിഞ്ഞാൽ പിന്നെ അത് പാലിക്കില്ല. ആ പ്രതിസന്ധിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് അങ്ങനെയല്ല. വാക്ക് പാലിക്കുന്ന 2 കാര്യങ്ങളിൽ നിങ്ങൾ വിജയിച്ചാൽ നിങ്ങളൊരു വിജയിയായി മാറും. 2 കാര്യങ്ങൾ നിങ്ങൾ അനുഷ്ഠിച്ചാൽ, ഒന്ന് വാക്ക് പാലിക്കുക, 2ാമത്തേത് സമയം പാലിക്കുക. വാക്ക് പാലിക്കുകയും സമയം പാലിക്കുകയും ചെയ്യുന്നവൻ അവനെ മറ്റുള്ളവർ വിശ്വസിക്കും. ഒരു ലീഡറാകുക എപ്പോഴാണ്? ഒരു ഗ്രൂപ്പിൽ ഒരാൾ ഒരു കാര്യം പറയുമ്പോൾ ശരി എന്ന് മറ്റുള്ളവർ സമ്മതിക്കുമ്പോൾ അവൻ ഒരു ലീഡറായി മാറുകയാണ്. അത് വാക്ക് പറഞ്ഞാൽ അത് സമ്മതിക്കണമെങ്കിൽ നേരത്തെ അനുഭവം ഉണ്ടാവണം. ഇയാൾ പറഞ്ഞ പോലെ ചെയ്യും, ഇയാൾ സമയത്തിന് വരും, ഇന്ന സമയത്ത് വരും എന്ന് പറഞ്ഞാൽ അന്ന സമയത്ത് തന്നെ വരും. ഇത് രണ്ടും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 ഗുണവിശേഷങ്ങളാണ്. സമയം പാലിക്കുകയും വാക്ക് പാലിക്കുകയും ചെയ്യുക. നിങ്ങളെ അപ്പോൾ മറ്റുള്ളവരെ വിശ്വസിക്കും. അതുപോലെ നല്ല അനുയായി ആയിരിക്കണം. നിങ്ങളൊരു ലീഡറായിരിക്കണമെങ്കിൽ നിങ്ങളൊരു അനുയായി ആയിരിക്കണം. പലപ്പോഴും അങ്ങനെയല്ല, ലീഡർഷിപ്പിലേക്ക് അങ്ങോട്ട് വരികയാണ്, അനുയായി ആവാതെ. മറിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിച്ച് തഴക്കം കിട്ടി മുകളിലേക്ക് വരിക. സാധാരണ ഒരു വീട്ടിൽ മക്കൾ അപ്പൻ പറയുന്ന കാര്യങ്ങളൊക്കെ അനുസരിക്കും. അപ്പൻ്റെ അനുയായികളായിരിക്കും കുട്ടികളൊക്കെ. അപ്പൻ വയസ്സാവുമ്പോഴോ അപ്പൻ മരിക്കുമ്പോഴോ അവർ ലീഡർഷിപ്പിലേക്ക് വരും. ഒന്നും ചെയ്യാതെ നടന്നിരുന്ന ഒരു കുട്ടി വളർന്നു വരുമ്പോൾ അപ്പൻ്റെ മരണാവസ്ഥയിലോ വയ്യാത്ത അവസ്ഥയിലോ നേതൃസ്ഥാനത്തേക്ക് വന്നാൽ അവനെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല. ഞാനിങ്ങനെ ഫോർഡിനെ കുറിച്ചൊക്കെ കേട്ടിട്ടുണ്ട്. ഫോർഡ് അദ്ദേഹത്തിൻ്റെ മക്കളെ ചെറിയ ചെറിയ കാര്യങ്ങളിൽ പരിശീലിപ്പിച്ചു കൊണ്ടുവന്നിരുന്നു എന്നാണ്.
അവർക്ക് ഫോർഡിൻ്റെ കമ്പനിയിൽ ജോലി തുടങ്ങുന്നത് മാനേജറായിട്ടല്ല, CEO, അങ്ങനൊരു ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ ആയിട്ടല്ല മക്കളെ അദ്ദേഹം അപ്പോയിൻ്റ് ചെയ്തത്. കാറ് വാഷ് ചെയ്യുന്നിടത്താണ് അത്രേ ആദ്യം അദ്ദേഹം മക്കൾക്ക് ജോലി കൊടുക്കുക. അപ്പോൾ മക്കൾ, ഞാൻ ഫോർഡിൻ്റെ മോനാണ്, ഞാൻ അതൊന്നും ചെയ്യില്ല എന്ന് പറഞ്ഞില്ല. നല്ലൊരു അനുയായിയായിട്ട് അനുസരണത്തോടു കൂടി അതെല്ലാം ചെയ്തു. അത് കഴിയുമ്പോൾ അവിടെ വേണ്ടത്ര പരിചയം കിട്ടിക്കഴിയുമ്പോൾ അവിടുത്തെ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കാൻ പറ്റും. എല്ലാം മനസ്സിലാക്കി അടുത്ത സ്റ്റേജിൽ ഞാൻ ഇങ്ങനെയും കൂടി വായിച്ചിട്ടുണ്ട്. യു ക്യാൻ വർക്ക് യുവർ ഓൺ മിറാക്കിൾസ് എന്ന് പറയുന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഞാനത് ഓർക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ കുട്ടികൾ സ്കൂളിൽ പോയിരുന്നത് സൈക്കിളുമ്പോഴാണെന്നാണ്. ഇത്രയധികം കാറുകളുണ്ടാക്കുന്ന ഒരു വ്യവസായിയുടെ മക്കൾ സ്കൂളിൽ പോയിരുന്ന അപ്പം സൈക്കിളിൽ പോയി പഠിക്കണം. അത് കഴിഞ്ഞു, അതിൻ്റെ അടുത്ത ജോലി കിട്ടി. അങ്ങനെ കയറി കുറേ കഴിയുമ്പോൾ അവർ CEO ആയി, ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ. എന്താ മെച്ചം? അയാൾ ഏറ്റവും നല്ലൊരു ലീഡറാകും. കാരണം അവൻ എല്ലാ വിഭാഗത്തിലും വർക്ക് ചെയ്ത്, എല്ലാത്തിലും അനുസരണയോടുകൂടി വർക്ക് ചെയ്ത്, നല്ല ക്ലിയർ കൺസെപ്റ്റ് ഓരോ ഭാഗത്തെക്കുറിച്ച് ഉണ്ട്. ഏതെങ്കിലും ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഒരു കാര്യം അദ്ദേഹത്തോട് വന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് പറയാൻ കഴിയും, അതിങ്ങനെ ചെയ്താൽ മതി. ആ അനുഭവ സമ്പത്ത്, അതാണ് അനുയായി ആയിരിക്കുക എന്ന് പറയുന്നതിൻ്റെ അർത്ഥം. നല്ല അനുഭവ സമ്പത്തുള്ളവരായിരിക്കണം. അനുയായികളായാൽ അനുഭവ സമ്പത്തുള്ളവരാകും. അവർ മികച്ച ലീഡർമാരായി മാറും. എന്നെയൊക്കെ എൻ്റെ അപ്പൻ അങ്ങനെ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് ചെറിയ കാര്യങ്ങൾ ചെയ്ത് അപ്പൻ ഫോർഡിനെ കുറിച്ച് കേട്ടിട്ട് ഇനി ഉണ്ടാവില്ല. അന്ന് ഏറ്റവും പ്രചാരമുള്ള കാറ് ഫോർഡാണ്. അപ്പനറിയാവുന്ന ഇത്രയേ ഉള്ളൂ ഫോർഡ് എന്ന് വെച്ചാൽ ഒരു കാറെന്നാണെന്ന്. അല്ലാണ്ട് ഫോർഡ് ഒരാളുടെ പേരാണെന്നോ അതൊന്നും അറിയില്ല. കൊച്ചു കുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും എന്നെ ചെയ്ത് പഠിപ്പിച്ചിട്ടുണ്ട്. ഞാനത് ഓരോന്നായിട്ട് വിശദീകരിക്കുന്നില്ല, എല്ലാ കാര്യങ്ങളും. അപ്പോൾ അവിടെയൊക്കെ അനുഭവ സമ്പത്ത് കിട്ടുകയാണ്. അങ്ങനെ വളർന്നു വരും തോറും കൂടുതൽ മികവ് നമുക്ക് പ്രകടിപ്പിക്കാനായിട്ട് കഴിയും എല്ലാ ഫീൽഡിലും. നമ്മുടെ മക്കളെ വളർത്തുമ്പോൾ നമ്മൾ പലപ്പോഴും അതങ്ങനെ ചെയ്യുന്നില്ല. അവരെ കൊണ്ട് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളൊന്നും ചെയ്യിക്കില്ല. അവർക്ക് അനുഭവ സമ്പത്ത് കിട്ടുന്നില്ല. ഒരു തരം മെൻറ്ററിങ് എന്ന് നമ്മൾ പറയും. അതാണ് ശരിക്കും അത്, മെൻറ്ററിങ്. അല്ലാതെ കുറേ വയസ്സായതിന് ശേഷം ഒരു മെൻറ്ററുടെ അടുത്ത് പോയിട്ട് മെൻറ്ററിങ് നടത്തുന്നതല്ല. ചെറുപ്പത്തിലേ തൊട്ട് അവന് അനുഭവ സമ്പത്ത് കൊടുത്ത് വളർത്തി കൊണ്ടുവരലാണ് ശരിക്കുള്ള മെൻറ്ററിങ് എന്ന് പറയുന്നത്. അല്ലാതെ കുറേ കാലം ഒന്നും ചെയ്യാതിരുന്ന് ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിൽ അവൻ ആരെങ്കിലും അടുത്ത് കൊണ്ടുപോയി കുറേ കാര്യങ്ങളൊക്കെ പഠിപ്പിച്ച്, അതുമല്ല, അങ്ങനെയല്ല. അത് കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ തൊട്ട് എല്ലാ കാര്യങ്ങളും ചെയ്ത് പഠിപ്പിക്കണം. നമ്മുടെ മാതാപിതാക്കൾ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ ചെലുത്തുന്നില്ല എന്ന് ഞാൻ പറയും. അതിനൊക്കെ ചെയ്യിക്കുന്നത് ബിലോ ഡിഗ്നിറ്റി, അത് കുറച്ചിലാണ് എന്ന് പോലും ചിന്തിക്കുന്ന ആളുകൾ ഒരുപാട് പേരുണ്ട്. ഒരു നേതാവാകണമെങ്കിൽ അവന് സമചിത്തത ഉണ്ടാവണം. ദുഃഖത്തിലും ദുരിതത്തിലും വേദനയിലും സന്തോഷത്തിലും ഒക്കെ സമചിത്തതയോടുകൂടി പെരുമാറാനായിട്ട്, അതിന് ഇമോഷണൽ കോഷ്യൻ്റ് എന്ന് പറയും, വൈകാരിക ക്ഷമത. ഈ വൈകാരിക ക്ഷമത രണ്ട് തരത്തിലാണ് കിട്ടുന്നത്. ഒന്ന്, അത്തരം സന്ദർഭങ്ങൾ മുതിർന്നവർ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു എന്ന് കണ്ട് പഠിച്ചത് അല്ലെങ്കിൽ കേട്ട് പഠിച്ചത്. ഈ രണ്ട് തരത്തിൽ, ഒന്ന് കണ്ടോ അല്ലെങ്കിൽ മാതാപിതാക്കൾ എങ്ങനെയാണ് ഒരു ഡിഫിക്കൾട്ട് സിറ്റുവേഷൻ കൈകാര്യം ചെയ്തത്, എൻ്റെ അധ്യാപകൻ ഒരു പ്രതിസന്ധി എങ്ങനെ നേരിട്ടു, ഇത് കണ്ട് പഠിക്കുകയാണ്. അല്ലെങ്കിൽ ഒരു പുസ്തകം വായിച്ച് ഒരു പ്രതിസന്ധി ഒരാൾ നേരിട്ടത് നമ്മൾ കേട്ട് വായിച്ച് പഠിക്കും.
ഈ രണ്ട് തരത്തിലാണ് ഒരു സമചിത്തത നമ്മൾ ഡെവലപ്പ് ചെയ്യുക. അനുഭവം കണ്ടും കേട്ടും വരാം. ഞാനൊരു സംഭവം കേട്ടിട്ടുണ്ട്, കഥയാണെന്ന് തോന്നുന്നു. രണ്ട് സംഭവങ്ങളാണ് എൻ്റെ ഓർമ്മയിലേക്ക് വരുന്നത്. രണ്ടും കഥകളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഒന്ന്, ഒരു വീട്ടിലെ അപ്പൻ കാരണവർക്ക് ഹാർട്ട് അസുഖമുള്ള ഒരാളാണ്. അപ്പോൾ പെട്ടെന്ന് ചില ന്യൂസുകളൊക്കെ കേട്ടാൽ വല്ല ഹാർട്ട് അറ്റാക്കൊക്കെ ഉണ്ടാവുമോ എന്ന് പേടിച്ച് മക്കളും ഭാര്യയൊക്കെ ഇരിക്കുകയാണ്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അവർ ഒരു ലോട്ടറി എടുത്തത് അവർക്ക് കിട്ടിയത്. 10 കോടിയുടെ ലോട്ടറിയാണ്, ഓണം ബമ്പർ. അത് ആ ലോട്ടറി അടിച്ചപ്പോൾ മക്കളും ഭാര്യയും കൂടിയും തീരുമാനിച്ചു, ഇത് എങ്ങനെ അപ്പൻ്റെ മുമ്പിൽ എത്തിക്കുക, നമുക്ക് പറ്റില്ലല്ലോ, എന്താ ചെയ്യുക, അപ്പനെന്തെങ്ങാനും കേട്ട് പെട്ടെന്നെങ്ങാനും അവശനായാലോ. അവരാലോചിച്ചിട്ട് തീരുമാനിച്ചു ഫാമിലി ഡോക്ടറെ വിളിക്കാം. പലയിടത്തും ഫാമിലി ഡോക്ടർമാരുണ്ട്. ഒരു വളരെ നല്ലൊരു സിസ്റ്റമാണ് ഒരു ഫാമിലി ഡോക്ടർ, ഒരു ഫാമിലി കൗൺസിലർ എന്ന് പറഞ്ഞാൽ കുമ്പസാരക്കാരനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അത് നടക്കുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഏറ്റവും നല്ല ഒരു കാര്യമാണ് ഫാമിലി കൗൺസിലർ, ഫാമിലി ഡോക്ടർ. അങ്ങനെ ഈ ഫാമിലി ഡോക്ടറെ വിളിച്ചു. ഫാമിലി ഡോക്ടർ പറഞ്ഞു, സാരമില്ല, പേടിക്കണ്ട, അത് ഞാൻ കൈകാര്യം ചെയ്തോളാം. വളരെ കോൺഫിഡൻ്റായിട്ട് അങ്ങനെ വന്നു. അദ്ദേഹം ഒരു ദിവസം വന്നു, ചോദിച്ചു, അന്തോണി ചേട്ടാ എങ്ങനെയുണ്ട് വിശേഷങ്ങളൊക്കെ? അങ്ങനെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ചോദിച്ചു, ലോട്ടറി ടിക്കറ്റ് എങ്ങാനും എടുക്കാറുണ്ടോ? ഈയിടെ ഒരെണ്ണം എടുത്തിട്ടുണ്ട്. അപ്പം അത് ലോട്ടറി അടിച്ചപ്പോൾ അന്തോണി ചേട്ടാ എന്താ ചെയ്യുക? അത് കിട്ടണ സംഖ്യ അനുസരിച്ചിരിക്കും. ഒരു 1000 രൂപ കിട്ടിയെന്ന് വിചാരിക്കുക, ഞാൻ ആ കൊച്ചുമോനും കൊടുക്കും, അത് ആ മിഠായി മേടിക്കട്ടെ. അദ്ദേഹം അങ്ങനെ കൂട്ടി കൊണ്ടുവന്നു. 1 ലക്ഷം ആയാലോ, 2 ലക്ഷം ആയാലോ, 1 കോടി ആയാലോ. അപ്പോൾ അപ്പോഴൊക്കെ അദ്ദേഹം അതിനനുസരിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞു, മക്കൾക്കൊക്കെ കൊടുക്കും. അങ്ങനെ അവസാനം അദ്ദേഹം ചോദിച്ചു, നല്ല തയ്യാറെടുപ്പിലാണ് ചോദിക്കണേ, ഒരു 10 കോടി കിട്ടിയെന്ന് വിചാരിക്കുക, എന്ത് ചെയ്യും അന്തോണി ചേട്ടൻ? അപ്പോൾ അദ്ദേഹം ഒന്ന് ആലോചിച്ചിട്ട് പറഞ്ഞു, 10 കോടിയോ? അതെ, 10 കോടി. 10 കോടി കിട്ടിയ പകുതി ഡോക്ടർക്ക് എന്ന് പറഞ്ഞു. ഇതേ കിടക്കണു ഡോക്ടർ. അവിടെ ഡോക്ടർക്ക് ഈ സമചിത്തത ഉണ്ടായില്ല. അയാൾ പെട്ടെന്ന് കേട്ടു 5 കോടി രൂപ കിട്ടാൻ പോവാണ്. അദ്ദേഹം ബോധം കെട്ട് വീണു. മറ്റേ ആൾക്ക് അത് ഉണ്ടായില്ല. അപ്പോൾ അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ടാവും. ചിലപ്പോൾ വളരെ ആഹ്ലാദകരമായ കാര്യങ്ങൾ സംഭവിക്കും. അപ്പോഴൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? സമചിത്തതയോടുകൂടി വ്യാപരിക്കാനായിട്ട് കഴിയണം. അതുപോലെ തന്നെ ഒരു നേതാവ് ഒരു ശുശ്രൂഷകനായിരിക്കണം. ശുശ്രൂഷകനാണെങ്കിൽ മാത്രമേ ഒരു നേതാവാകാനായിട്ട് കഴിയുള്ളൂ. യേശു പറഞ്ഞ ഒരു വചനം അതും കൂടി പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. അത് ഇങ്ങനെയാണ്, നിങ്ങളിൽ ഏറ്റവും വലിയവനാകാൻ ആഗ്രഹിക്കുന്നവൻ, എന്നുവെച്ചാൽ നിങ്ങളിൽ ഏറ്റവും വലിയ നേതാവാകാൻ ആഗ്രഹിക്കുന്നവൻ മറ്റുള്ളവരുടെ ശുശ്രൂഷകനായിരിക്കണം എന്നാണ്. ഈ ഗുണവിശേഷം പല നേതാക്കന്മാർക്കുമില്ല. അപ്പൻ എഴുന്നേറ്റ് എന്ന് പറഞ്ഞാൽ, നീ ആ പത്രം എടുത്തുകൊണ്ടെന്ന് വേണ്ട, നീ ആ പുസ്തകങ്ങൾ എടുക്കൂ, അവിടെ പോയിട്ട് അത് ചെയ്യൂ, ഇത് ചെയ്യൂ എന്ന് മക്കളോട് ആജ്ഞാപിക്കുന്ന ഒരപ്പൻ ഒരു നേതാവല്ല. അത് പത്രമാണോ? പോയി എടുത്ത് വന്നു. 1 ഗ്ലാസ് വെള്ളം വേണം, വിളിച്ച് പറഞ്ഞു 1 ഗ്ലാസ് വെള്ളം, പോയി 1 ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കുക. ഇത് നമ്മൾ ചെയ്യുന്നത് കാണുമ്പോൾ നമ്മുടെ മക്കളും മറ്റു വീട്ടിലെ എല്ലാവരും തന്നെ അത് അനുകരിക്കും. അതുപോലെ തന്നെ മറ്റുള്ളവർക്ക് എന്ത് ചെയ്തു കൊടുക്കണം? നമ്മൾ ചെയ്തു കൊടുക്കുക. യേശു ചോദിച്ച ചോദ്യം അതുകൂടി ചോദിച്ചിട്ട് നിർത്തുകയാണ്, ഞാൻ നിങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? അതുപോലെ അതിനെ ചോദിച്ചില്ലെങ്കിലും കണ്ടറിഞ്ഞ് ചെയ്തു കൊടുക്കുന്നവനായിരിക്കണം ഒരു വലിയ നേതാവ്.
ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകാനും നമ്മളായിരിക്കുന്നിടത്ത് ഒരു നേതൃസ്ഥാനത്തെത്താനും നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു.